ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയ ഗാർഡനാണ് കേട്ടോ. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ, കൂടുതലായിട്ടും ബൊഗൈൻവില്ലയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു ഗാർഡനാണെന്ന്. നമ്മൾ കൂടുതൽ കെയറിങ് ഒക്കെ കൊടുത്താലേ ഉള്ളൂ പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനൊന്നും എനിക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കേണ്ടാത്ത കുറച്ച് പ്ലാന്റ്സുകൾ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കടലാസ് ചെടികളൊക്കെ കംപ്ലീറ്റും മതിലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി കണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് വീടിൻ്റെ സൈഡ് ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇട്ടത്. ഈ ഭാഗത്തേക്ക് നല്ലോണം വെയിൽ കൊള്ളും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ചെടികൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ മുൻഭാഗത്തിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ കാണിച്ചു തരാം. അവിടെ വെയിൽ കുറച്ച് കുറവാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഭാഗം പ്ലാന്റ്സുകൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളും കൂടെ കാണാം. ഇത് കാർ പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അരേലിയ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഒരുപാടൊന്നുമില്ല, ഈ ഒന്നെന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കാർ പോർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ മണി പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ അല്ല വെച്ചിട്ടുണ്ടായിരുന്നത്, വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ വെയിൽ കുറച്ച് കൂടുതലായ കാരണം ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മഞ്ഞ കളറാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇത് പൈപ്പിൽ PVC പൈപ്പിൽ കയറൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ മുകളിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. ഒരു ചെറിയ കോട്ടയാട് പോലെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടുള്ളത് സ്പൈഡർ പ്ലാന്റ് ആണ്. അടിയിൽ കുറച്ച് കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പ്ലാന്റ് വലുതായപ്പോൾ കല്ല് കാണാത്ത രൂപത്തിലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ആന്തൂറിയം കൊടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പ്ലാന്റ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് പേര്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഷോവാൾ വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പാമാണ് കേട്ടോ. പിന്നെ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു GI പൈപ്പിൽ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ ഈ പോട്ട് അവിടെ ഇറക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും ശരിക്കും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് ഇതിവിടെ ഭംഗി തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എന്നൊക്കെ ഭംഗി തോന്നുമ്പോൾ അങ്ങോട്ട് മാറ്റും. അങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ സമയത്തും ഇത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. പല സമയത്ത് അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റും കൂടെ ഞാൻ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കണം എന്ന് കരുതിയിട്ട്. പിന്നെ ഇതിലിപ്പോൾ നല്ല പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമതും വീണ്ടും മുട്ടകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബൊഗൈൻവില്ലയിൽ പൂക്കൾ ഉണ്ടായപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. ഈ പൂക്കളൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമതും വീണ്ടും മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം മുറ്റത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. അവിടെ കറക്റ്റ് ഓർഡറിലൊന്നുമല്ല ചെടികൾ വെച്ചിട്ടുള്ളത്, പല ചെടികളുണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ ചട്ടികളിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ മുൻഭാഗത്ത് ആ സൈഡിൽ തന്നെ വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഇതിൽ പല ചെടികളുണ്ട്, കോളിയസിൻ്റെ പല വെറൈറ്റികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല പോട്ടിലാക്കിയിട്ട് ആ ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പ്ലാന്റും കൂടെ കാണാം. ഇത് അഗ്ലോണിമയാണ് കേട്ടോ. ഈ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ചാരി ഇരുന്നിട്ട് ചളി വരണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെച്ച് കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ അവിടേക്ക് നല്ല വെയിലായ കാരണം ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നാലുള്ള കാണുന്ന ഒരു വ്യൂ ആണ് ഇട്ടത്. സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ബൊഗൈൻവില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഹാങ്ങിങ് ബോട്ടുകളിലൊക്കെ വെച്ചിട്ടുള്ളത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ GI പൈപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഉള്ളിലേക്ക് പോട്ട് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ 3 എണ്ണം മാത്രമേ ഫ്രണ്ടിലുള്ളൂ, വീടിൻ്റെ ഫ്രണ്ടിൽ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. മണി പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കും. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്തൊരു ചെറിയ മണി പ്ലാന്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കിച്ചണിലും ഇതുപോലെ 2-3 പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീട്ടിലുള്ള പ്ലാന്റ്സൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. Thanks for watching.